യമനിലെ ഹൂത്തികളും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹൂത്തികളുമായുള്ള സംഘർഷത്തിൽ നിന്ന് അമേരിക്ക പിന്മാറിയത് ഇസ്രായേലിന് ഇപ്പോൾ വലിയ ഒരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് മറ്റു ചില വാർത്തകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. മസ്കറ്റിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട 4ാം ഘട്ട ചർച്ച അവസാനിച്ചുവെങ്കിലും ഇനി എന്ത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്കയും ഇറാനും ഇപ്പോഴും തങ്ങളുടെ പഴയ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മസ്കറ്റിൽ വെച്ച് നടന്ന അമേരിക്ക ഇറാൻ 4ാം ഘട്ട ആണവ ചർച്ച അവസാനിച്ചപ്പോൾ ഇനി അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് മറ്റൊരു ചർച്ചയുണ്ടാകുമെന്നാണ് പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഇപ്പോൾ ഇതിനെപ്പറ്റി അമേരിക്കയും ഇറാനും കാര്യമായി യാതൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് യാതൊരു തരത്തിലുള്ള സന്ദേശങ്ങളും ലഭിച്ചിട്ടില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പ്രതികരിച്ചത്. സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആണവ പരിപാടികളുമായി തങ്ങൾ മുന്നോട്ടു പോകുമെന്നാണ് ഇറാൻ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. ഇനി അമേരിക്കയുടെ പ്രതികരണം എന്താകും എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇനി അമേരിക്ക എങ്ങനെ പ്രതികരിക്കും എന്നതനുസരിച്ചാകും ഇറാന്റെ മറുപടി. യുദ്ധത്തിനാണ് എങ്കിലും ചർച്ചകൾക്കാണ് എങ്കിലും തങ്ങൾ തയ്യാറാണ് എന്ന് ഇറാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഹൂത്തികളും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് വരികയാണ് എങ്കിൽ ഇന്നലെ ഇസ്രായേൽ സൈന്യം ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള 2 പോർട്ടുകളിലാണ് ആക്രമണം നടത്തിയത്. ഹുദൈദ പോർട്ടിലും അൽ സാലിഫ് പോർട്ടിലുമാണ് ഇന്നലെ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തിയത്. 5 ദിവസം മുമ്പ് തന്നെ ഇസ്രായേൽ ഹൂത്തികൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള അൽ സാലിഫ് പോർട്ട്, ഹുദൈദ പോർട്ട്, റാസിസ പോർട്ട് എന്നീ 3 പോർട്ടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ്. പക്ഷേ ഇസ്രായേലിന്റെ ഈ മുന്നറിയിപ്പ് വന്നതിന് ശേഷം യമനിൽ നിന്നും ഹൂത്തികൾ 4 മിസൈലുകളാണ് ടെല്ലവീവിലുള്ള ബെൻഗുരിയോൺ എയർപോർട്ടിന് നേർക്ക് നടത്തിയത്. ഇതോടുകൂടി ഇന്നലെ വൈകുന്നേരം ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഹുദൈദ പോർട്ടിലും അൽ സാലിഫ് പോർട്ടിലും അതിശക്തമായ ആക്രമണമാണ് നടത്തിയത്. പക്ഷേ റാസിസ പോർട്ടിന് നേർക്ക് ഇന്നലെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിട്ടില്ല. 15 ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഹൂത്തികളുടെ 2 പോർട്ടുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. 35 ബോംബുകളാണ് ഹൂത്തികളുടെ 2 പോർട്ടുകൾക്ക് നേരെ വർഷിച്ചത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചത്. ഇസ്രായേൽ സൈന്യം ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് യമനിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെ യമനിലുള്ള 2 സീപോർട്ടുകളിൽ ആക്രമണം നടത്തിയതിനു ശേഷം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചത് ടെഹ്റാനിൽ വെച്ച് ഹമാസ് നേതാവായ ഇസ്മായിൽ ഹനിയയെയും ബെയ്റൂട്ടിൽ വെച്ച് ഹിസ്ബുള്ള നേതാവായ അസൻ നസ്രുള്ളയെയും ഗസയിൽ വെച്ച് ഹമാസ് നേതാക്കളായ മുഹമ്മദ് ദായിഫിനെയും യഹിയ സിൻവാറിനെയും വധിച്ചതുപോലെ ഇനി ഹൂത്തികളുടെ നേതാവായ അബ്ദുൽ മാലിക് അൽ ഹൂത്തിയെയും വധിക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് ഇന്നലെ ഭീഷണി മുഴക്കിയത്. ഇതിന് മറുപടിയുമായി ചില ഹൂത്തി നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഹൂത്തികൾ വധിക്കുമെന്നാണ്. അമേരിക്കൻ സൈന്യം യമനിൽ ഹൂത്തി നേതാക്കളെ വധിക്കുന്നതിനു വേണ്ടി നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അതെല്ലാം ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് ഹൂത്തി നേതാവായ അബ്ദുൽ മാലിക് അൽ ഹൂത്തിയെ വധിക്കുമെന്ന ഭീഷണിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ ഇസ്രായേൽ സൈന്യം യമനിലെ 2 സീപോർട്ടുകളിൽ ആക്രമണം നടത്തിയതിനു ശേഷം ഇന്ന് പുലർച്ചെ യമനിൽ നിന്നും ഹൂത്തികൾ വീണ്ടും ഇസ്രായേലിന് നേർക്ക് ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ്. യമനിൽ നിന്നും ഹൂത്തികൾ അയച്ച ഡ്രോണിനെ തങ്ങൾ തകർത്ത് കളഞ്ഞു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രതികരിച്ചത്.